അപ്പൊ നമ്മളൊരു പ്രസിദ്ധമായ ഒരു അമ്പലത്തിൽ വന്നതാണ്, ആമട ടെമ്പിൾ. തിരുവാങ്കുളത്തുനിന്ന് ഒരു 6 കിലോമീറ്റർ തൊഴിലെന്ന് വരുവാണെങ്കിൽ ഇടത്തോട്ട്. അതെ. അപ്പൊ ഇവിടെ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടെന്നാണ് ഗൂഗിൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പോസിറ്റീവ് എനർജി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഞാൻ രാവിലെ തന്നെ പടച്ചും കെട്ടി ഇറങ്ങിയത്. നല്ല അടിപൊളി സ്ഥലം അല്ലേ? ആ ഡോർ അങ്ങ് തുറന്നിട്ട് ഒരു ശ്വാസം അങ്ങെടുത്ത് വിട്ടു. ഇങ്ങനെ ആ ശ്വാസം വിട്ട വഴി വല്ലാത്തൊരു സുഖമുണ്ട്. കായലിന്റെ സൈഡിലുള്ള സ്മെല്ലുണ്ടല്ലോ. അതെ അതെ. അപ്പൊ നമ്മൾ ഓർക്കും അതിന്റെ കായലിന്റെ സൈഡിലുള്ള സ്മെല്ല്, അപ്പൊ നിങ്ങൾ കായലിന്റെ സൈഡിലാണ് നിൽക്കുന്നത്. അതെ, അതുകൊണ്ടാ സ്മെല്ല്. അതുകൊണ്ടാ സ്മെല്ല്. അതെ. നിന്റെ മുഖം പൊള്ളുവാണല്ലോടാ വെയിലടിച്ചിട്ട്. എനിക്ക് ഫീൽ ചെയ്യുന്നു. കൊള്ളാട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാലാവസ്ഥ ഇത്. ഈ രാവിലെ വരുന്നൊരു ഇളം വെയില് നൈസാണ്, കൊള്ളാം. ഗോകുൽ എല്ലാ മാസവും ഇവിടെ വരുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് കിട്ടിയേക്കുന്നത്. എന്തോ കാര്യമുണ്ട്, ഇല്ലെങ്കിൽ എല്ലാ മാസം അവനോട് വരത്തില്ലല്ലോ. അല്ല, ഞാൻ ചുമ്മാ കൂടെ പോന്ന, ഞാൻ അമ്പലത്തിൽ കയറുന്നൊന്നുമില്ല. എന്തായാലും ഇവനെ അമ്പലത്തിൽ കയറ്റിയിട്ട് നമുക്ക് വരാം. അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി വണ്ടിയുടെ ചാർജൊക്കെ തീർന്നു. സന്തോഷമായി. ഇനിയിപ്പോ തിരിച്ച് വീട്ടിൽ ചെല്ലണമെങ്കിൽ, വീട്ടിൽ തൊടുപുഴ ചെല്ലണമെങ്കിൽ ഒരു എത്ര ശതമാനം വേണം മിനിമം? എന്തായാലും നമുക്ക് ഫുൾ ചാർജ് ചെയ്തേക്കാം. തൊടുപുഴ ചെല്ലെങ്കിൽ ഒരു 60% ആക്കി കഴിഞ്ഞാൽ തൊടുപുഴ ചെല്ലാം. പിന്നെ നമ്മുടെ വണ്ടിക്ക് കുറച്ചധികം പ്രത്യേകതകളുണ്ട്. അതായത് നമ്മുടെ വണ്ടി ഇച്ചിരി ഫേമസ് ആണ്. ഇവര് 20% എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവനെ എപ്പോ പൂജയാവുമെന്ന് ദൈവത്തമ്പുരാന് പോലും പറയാൻ പറ്റത്തില്ല. ബാക്കി കമന്റ് മനസ്സിൽ തോന്നണം. അതെ, ഇവന് തോന്നുവാണ് ഓനെ നിങ്ങൾ വണ്ടി നിർത്തിക്കോ എന്ന് പറയുകയാണെങ്കിൽ അളിയിലെ എപ്പോ വണ്ടി നിർത്തും. അതുപോലത്തെ സെറ്റപ്പാ. 20 ചിലപ്പോൾ ഒറ്റയടിക്ക് 1% എന്നൊക്കെ കാണിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു 30% ആകുമ്പോഴത്തേക്ക് ചാർജ് ചെയ്യണം. 30 സാധാരണ എത്തിക്കാറില്ലല്ലോ, 30 പോലും എത്തിക്കാറില്ലാത്തതാ. ഇന്നിപ്പോ പെട്ടുപോയി. എന്നാ ഒന്ന് ചാർജ് ചെയ്യട്ടെ, ചാർജ് ചെയ്തിട്ട് വരാം. ഇതേതാ ചാർജിങ് സ്റ്റേഷൻ? ഇതിന്റെ പേരെന്നെ? ഇതിന്റെ പേരില്ലേ? സാധാരണ വേൾഡ് ചാർജ് മോഡ് വെച്ചിട്ടുണ്ടല്ലേ, ചാർജ് മോഡുകാരുടെ ആണ്. അപ്പൊ ഇങ്ങനെയാണ് ചാർജിങ്ങിന്റെ ഒക്കെ പരിപാടി. ഗണ്ണ് എവിടെ? ഗണ്ണത് നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് അതിൻ്റെതായ ആപ്പ് ഉണ്ടാവും. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ വാലറ്റ്, നമ്മൾ അവരുടെ വാലറ്റിലേക്ക്, ആ ആപ്പിലൊരു വാലറ്റ് ഉണ്ടാവും. ആ വാലറ്റിലേക്ക് നമുക്ക് വേണ്ട പൈസ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഒരു ഗണ്ണുണ്ടാവും. ആ ഗണ്ണ് എടുത്തിട്ട് നമ്മൾ വണ്ടിയിൽ കുത്തുക. കുത്തി കഴിഞ്ഞ ശേഷം നമ്മൾ ഈ സാധനം സ്കാൻ ചെയ്യണം. അപ്പോൾ ആ പരിധി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകും. പ്രോസസ്സ് പണ്ട് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഓരോ ആൾക്കാർ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതെ അതെ, കൺവീനിയന്റ് ആവുന്നുണ്ട് കാര്യങ്ങൾ. ഇതിപ്പോ നമ്മൾ എത്ര രൂപയ്ക്ക് ചെയ്യാൻ? 500 രൂപയ്ക്ക് ടോപ്പ് ചെയ്തു. ഇതാണ് ഇന്റർഫേസ് അതിന്റെ. അപ്പൊ അത് ഫുൾ ആവുന്നതനുസരിച്ച് അത്രയും കയറും, അത്രയും പൈസ പൊക്കോണ്ടിരിക്കും. എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നോ അത്രയും എത്ര പൈസക്കാണോ ചാർജ്, ആ പൈസ ഓട്ടോമാറ്റിക് ആയിട്ട് വാലിറ്റിയിൽ പിടിക്കും. ബാക്കി ചാർജർ സ്കാൻ ചെയ്യാനായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. അവിടെ നിർത്തിയിട്ട് നമ്മൾ സംഭവം സ്കാൻ ചെയ്യുക. അപ്പോൾ അതേ ഗണ്ണ് അവൈലബിൾ ആണെന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇനീഷ്യേറ്റ് ചാർജ് കൊടുക്കുക. മഴ തുടങ്ങിയല്ലോ. ആ കിടക്കുന്ന വണ്ടിയുടെ പേരെന്നാ തരിക? കറുത്ത വണ്ടി. ആ കിടക്കുന്ന വണ്ടിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, ഈ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ. അതെ, പക്ഷെ അകത്ത് നല്ല സ്ഥലവും ഉണ്ട്. ആണോ? അത്യാവശ്യം നന്നായിട്ട് ഫ്രണ്ട് കൊണ്ട് ഓടിക്കാം. അതെ, ഇപ്പൊ ചാർജിങ് ഓൺ ആയി. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ വരും. ചാർജിങ്ങിന്റെ ആ എത്ര ശതമാനം ചാർജ് ഉണ്ട് എന്നുള്ള ഒരു സംഭവം കാണിച്ചിട്ട്. എത്രയുണ്ട്? ഈ 34% ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വേണമെങ്കിൽ ചാർജിങ് സ്റ്റോപ്പ് ചെയ്യാം. താഴെ സ്റ്റോപ്പ് ചാർജിങ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇനി ഫുള്ളാവണമെങ്കിൽ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ വണ്ടിക്കകത്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഫുള്ളാക്കും, ചിലപ്പോൾ ഫുള്ളാക്കില്ല. നമ്മളൊരു 3/4 മണിക്കൂർ എന്നിട്ട് പോകും. ZSCV ആണ്. ZSCV അല്ല, വിൻസർ. ആകെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഈ സംഭവമുള്ളൂ. ഈ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ജപ്പാൻ കട്ടിലിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇടിച്ചവരല്ലേ, എന്തോ തേനീച്ച കുത്തി നീര് വെച്ചിരിക്കുന്ന ഒരു വണ്ടി പോലെ. മൊത്തത്തിലൊരു വൃത്തിയില്ല. പക്ഷെ വണ്ടി ഫങ്ഷണലാണ്. ഒരു 10-280 കിലോമീറ്റർ ഒരു ഫുൾ ചാർജ് റേഞ്ച് ഉണ്ടോ വണ്ടിക്ക്? അത്ര വണ്ടി ഓടും. പിന്നെ അകത്തെന്ന് പറഞ്ഞാൽ നല്ല ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഫീച്ചേഴ്സ് ഒക്കെ അത്യാവശ്യം ഉണ്ട്. എനിക്ക് ആ ഫ്രണ്ട് അങ്ങനെ എല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ. അതെ, ഫ്രണ്ട് പക്കയായിരുന്നു. കുറച്ചുകൂടെ ഒരു മെനയാക്കിയായിരുന്നെങ്കിൽ. അതിന്റെ ബാക്കും എനിക്ക് ഇഷ്ടമല്ല. ബാക്കും അത് തന്നെ, ബാക്ക് ഒരുമാതിരി സൈഡ് മാത്രം അത്യാവശ്യം കാണാൻ കൊള്ളത്തുള്ളൂ. ചുമ്മാ ബാക്ക് ഒരു വേർതിരിക്കുന്ന സെറ്റപ്പ്. സത്യം പറഞ്ഞാൽ ഫ്രണ്ട് ഒരുമാതിരി കട്ടിലിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇടിച്ച പോലെ ഉണ്ട് ഇങ്ങനെ. അതേ കണക്കിലാണ്. പക്ഷെ നല്ല വലിയ വണ്ടി, നല്ല വലിയ വണ്ടിയാണ്. സൈഡിൽ നോക്കുമ്പോൾ നല്ല വീതിയുണ്ട്. പുള്ളിയും ചാർജ് ചെയ്യാൻ വന്നതാണ്. പുള്ളിയും ചാർജ് ചെയ്യാൻ വന്നു. എന്നാ പിന്നെ പുള്ളിയോട് നേരിട്ടെന്ന് പറയട്ടെ, വണ്ടി കൊള്ളത്തിലാണ്. കൊതി കിട്ടും. ഞാൻ പറയാം, എനിക്കാരും പേടിയില്ല. പുള്ളി കേട്ടതോ ചാർജ് ചെയ്യാൻ വന്നതല്ല. അല്ലേ, സ്കാം ചെയ്യുന്നു. ഒരു മെയിൻ വിഷയമാണ്. ആ സ്ക്രീൻ കാണുന്നുണ്ടോ, വലിയ സ്ക്രീൻ. ആ ഒരു സ്ക്രീനിൽ കൂടെയാണ് എല്ലാ ഫംഗ്ഷനും. നമ്മുടെ AC യുടെ സ്പീഡ് കുറയ്ക്കണം.
എല്ലാത്തിലും തന്നെ. നമ്മൾ ആ ഹാൻഡിൽ കുത്തി AC എടുത്തിട്ട് AC യുടെ സ്പീഡ് ഇങ്ങനെ കുറക്കണം. വണ്ടി ഓടിക്കുന്നതിന്റെ ഇടയിൽ അങ്ങനെ കുറക്കണമെങ്കിൽ കണ്ണ് നമ്മൾ റോട്ടിൽ നിന്ന് എടുത്തിട്ട് ചെയ്യണം. കൺവീനിയന്റ് അല്ല. അതാണ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റി അങ്ങനെയുള്ള വർക്ക് ചെയ്യണം. നമുക്ക് എവിടെയെങ്കിലും എന്തിലൊക്കെ നല്ലപോലെ കൂട്ടി തന്നു കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും എന്തിലൊക്കെ ഒന്ന് കുറച്ച് തരും. ഇനി സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ ബോർഡെന്ന് വേണേൽ കാണിച്ചു കൊടുക്കും. ഓക്കെ, കാണിച്ചു തരാം. അപ്പൊ ചോറ്റാനിക്കരയൊക്കെ വഴി പാസ് ചെയ്യുന്ന ഇലക്ട്രിക് വണ്ടികൾക്ക് ഇവിടെയൊക്കെ വന്ന് ചാർജ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഒരു 3 കിലോമീറ്റർ റേഡിയസിൽ ഈ ചാർജിങ് സ്റ്റേഷൻ കണ്ടല്ലേ ഉള്ളൂ. ആ, ഇവിടെ ഉള്ളതിൽ ഒരു ചാർജിങ് സ്റ്റേഷൻ ആണിത്. ഇവിടെ അടുത്തങ്ങ് വേറെ ചാർജിങ് സ്റ്റേഷൻ ഒന്നും ഇല്ല. സ്കൂട്ടർ ചാർജ് ചെയ്യാനുള്ള ഒരു ഗണ്ണും വണ്ടി ചാർജ് ചെയ്യാനുള്ള ഒരു ഗണ്ണും ആണുള്ളത്. എത്ര കിലോവാട്ടിന്റെ ചാർജറാണ്? 30 കിലോവാട്ട് എഴുതി വെച്ചേക്കണം. 30 കിലോവാട്ട് DC ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ. എന്തായാലും വന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് 2 കസേര ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ ഇത് ഇവർക്ക് വേണ്ടി ഇട്ടതാണോ എന്ന് അറിയത്തില്ല. ഒരു മറ ഉള്ളതുകൊണ്ട് പിന്നെ വെയിലൊന്നും അടിക്കണ്ട. അതെ, ഒറ്റ ഗണ്ണേ ഉള്ളൂ. അപ്പൊ അടുത്ത വണ്ടിക്കാരൻ വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. 2 ഗണ്ണ് വെക്കായിരുന്നു. 2 ഗണ്ണ് വെക്കായിരുന്നു. പക്ഷെ 2 ഗണ്ണിടാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ വണ്ടി വേണേ ഇങ്ങോട്ട് വലിച്ചു കിട്ടി കഴിഞ്ഞാൽ അപ്പുറത്തൊരു വണ്ടി ഇടാനുള്ള. വേണം, ഇടാലോ അല്ലേ. ശരിയാ. അതേണ്ട അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സീറ്റിംഗ് ചെയർ. സീറ്റിംഗ് ചെയർ ഫോർ EV കസ്റ്റമേഴ്സ് നിയർ ദ സ്റ്റേഷൻ. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു സംഭവം പറയാം, നിനക്ക് എന്നാ തോന്നുന്നതെന്ന് പറയാം. നമ്മൾ സാധാരണ ഫോൺ കുത്തിയിട്ട് ചാർജ് ചെയ്യുമ്പോൾ അത് പിടിച്ചുകൊണ്ട് നിൽക്കില്ല നമ്മൾ പറയാറുണ്ട്. തീർച്ചയായിട്ടും. അതായത് ആ പവർ സപ്ലൈ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ കൂടെ കണ്ടക്ട് ചെയ്ത് ഇങ്ങനെ വിടുന്നു. റേഡിയേഷൻ നമുക്ക് നല്ലതല്ലല്ലോ. അതെ അതെ. അപ്പം ഇത്രയും മതിയായ ബാറ്ററി ഉള്ള ഒരു കാറ് ഇത്രയും 30 കിലോവാട്ടിന്റെ ഡയറക്റ്റ് DC ചാർജിങ് അതിൽ കൂടെ കയറുമ്പോൾ ആ വണ്ടിക്കകത്ത് ഇരിക്കാൻ കൊള്ളാവോ ഇല്ലയോ? കൊള്ളത്തില്ല. പക്ഷെ ചാർജ് ചെയ്തിട്ട് ആ വണ്ടിക്കകത്ത് ഒരു കുഴപ്പമില്ലാതെ പറഞ്ഞിരിക്കുന്ന ടീംസ് ഉണ്ട്. പക്ഷെ അത് കമ്പനി പറഞ്ഞിട്ടുണ്ടോ ഇരിക്കുന്നത് കുഴപ്പമില്ലാന്ന്? കമ്പനിയുടെ ടാറ്റക്കാർ ഇവന് എന്തോ പ്രാഗിയും തോന്നുന്നു കമ്പനിയെ പറ്റി പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക്. കമ്പനിയുടെ സൈഡിൽ നിന്ന് ഇതുവരെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അതിന്റെ അകത്തിരിക്കുന്ന അവർ റെക്കമെൻഡ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കുഴപ്പമുണ്ടെന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല. അപ്പോ ആൾക്കാര് ഭയങ്കര സസ്റ്റൈനബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ രീതിയാണ് EV വെഹിക്കിൾസ് എന്ന് പറഞ്ഞ് ഇപ്പൊ കുറെ ആൾക്കാർ അതിനെതിരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും റേഡിയേഷൻ നമുക്ക് കൊള്ളത്തില്ല. റേഡിയേഷൻ കൊള്ളത്തില്ലാതെ റേഡിയേഷൻ ഒരു വലിയ ബാറ്ററിയിൽ ക്യാരി ചെയ്യുന്ന ഒരു ഡിവൈസിന്റെ മേളിലിരുന്നാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പം ഒരു ഇലക്ട്രിക് ഡിവൈസ് ആണല്ലോ അത്. അതിന്റെ മേളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിൽ കൂടെ ഉണ്ടാകുന്ന റേഡിയേഷൻ ഹാനികരമായി നമ്മളെ ബാധിക്കാം. ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ ഇലക്ട്രിക് വേവ്സ് ഡിറ്റക്ട് ചെയ്യുന്ന എന്തോ ഡിവൈസ് ഉണ്ടോ, ഇലക്ട്രിക് വേവ്സ് ഡിറ്റക്ട് ചെയ്യുന്ന എന്തോ ഡിവൈസ് ഉണ്ട്. അത് വെച്ചിട്ട് ആൾക്കാർ ഈ ഇലക്ട്രിക് വെഹിക്കിളിന്റെ മേളിൽ ഇരുന്നിട്ട് ഡിവൈസ് വെച്ചിട്ട് പയ്യെ ഞെക്കിയിട്ട് റേഡിയേഷൻ ഉണ്ടോ നോക്കുകയും അപ്പൊ റേഡിയേഷൻ കാണുകയും അങ്ങനെ കുറെ ആരോഗ്യം ശ്രദ്ധിച്ചു കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവരൊക്കെ ഇലക്ട്രിക് വണ്ടികൾ അവോയ്ഡ് ചെയ്തിട്ട് പഴയ പെട്രോൾ ഡീസൽ വണ്ടികളിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ചിന്തിക്കാതെ പോകുന്ന ഒരു സംഭവമാണ് ഈ റേഡിയേഷന്റെ കേസ്. തീർച്ചയായിട്ടും. വീട്ടിൽ വൈഫൈ ഉണ്ട്, കൊള്ളത്തില്ല. പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസും ചെറിയ ചെറിയ കുട്ടികളും ഉള്ള സ്ഥലത്ത് വരെ ഇപ്പൊ വൈഫൈ തകൃതിയാണ്. വൈഫൈ മറ്റേ അതായത് പുതിയൊരു സംഭവം ഉണ്ട്. അതായത് ഇപ്പൊ വീട്ടിൽ ഒരു റോട്ടറേ ഉള്ളതെങ്കിൽ ഇപ്പൊ 2 നില വീടാണെങ്കിൽ താഴത്തെ നിലയിൽ റോട്ടർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തേക്കും കിട്ടത്തില്ല. അപ്പൊ അതിന്റെ ഒരു മറ്റേ ഇത് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിട്ട് പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ റേഡിയേഷൻ നിന്ന് കത്തും. പക്ഷെ അത് റൗട്ടറിന് അത്ര പ്രശ്നമാണെന്ന് അറിയത്തില്ല. ഇത് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഭവം, നീളം താഴെയിട്ടൊരു സംഭവം, ഒരു ക്യാൻഡിൽ പോലത്തെ സാധനം നമുക്ക് വെക്കാൻ പറ്റും. ഈ റേഡിയേഷൻ ഒരു ഇഷ്യൂ ആണല്ലോ. അതെ അതെ. അത് നമ്മൾ ആൾക്കാർ അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല. ഇവന്റെ വീട്ടിൽ ഇവന്റെ ചേട്ടന്റെ കൊച്ചുണ്ട്, 1 വയസ്സ് പോലും ആയിട്ടില്ല. തീർച്ചയായിട്ടും ഇവന്റെ വീട്ടിൽ വൈഫൈ ഉണ്ട്. അറ്റ്ലീസ്റ്റ് കിടക്കാൻ നേരത്തെങ്കിലും നമ്മളത് ഓഫ് ചെയ്തിട്ട് കിടക്കണം. പക്ഷെ കിടക്കാറുണ്ടോ? ഇല്ല. കാരണം എനിക്ക് രാത്രി ഉപയോഗിക്കണം. അപ്പൊ ഇവനാണ് വിഷയം. അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഒരു EV ഓണർ എന്ന നിലയിൽ നീ EV ആൾക്കാർക്ക് എന്നാ സജസ്റ്റ് ചെയ്യൂ എടുക്കാൻ? എന്റെ ഒരു നിഗമനത്തിൽ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഉള്ള ഒരു സംഭവമാണ്. റണ്ണിങ് കോസ്റ്റ് വളരെ ലോ ആണ്. ഈ വണ്ടി ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ ആ ഇറക്കം ഈ ഇറക്കമൊക്കെ ഞങ്ങൾ ഇറങ്ങണത്. അതെ. പെട്രോൾ ഡീസൽ വണ്ടികളാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങളുടെ പകുതി യാത്ര മിസ്സായി പോയത്. തീർച്ചയായിട്ടും. അല്ല, ഏത് സംഭവമാണെങ്കിലും ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിക്ക് അത് ഗുണവും ചെയ്യും. അതിന് സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവും ഏത് കാര്യങ്ങൾക്കും. ഇതിപ്പോ പെട്രോൾ വണ്ടി ആണെങ്കിൽ പോലും എപ്പോൾ വേണേലും എന്തൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി അല്ലെങ്കിൽ എന്തൊരു വള്ളി ഉണ്ടായി കഴിഞ്ഞാൽ വണ്ടി പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവരും ഞാനുമേക്കളി തന്നെയല്ലേ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സേഫ് ആക്കി വെക്കാൻ നോക്കുക.
വേണ്ട റെഗുലേഷൻസ് ഒക്കെ എടുക്കുക എന്നൊക്കെയല്ലേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ള ഒരു ഹൈഡ്രജൻ ഫ്യൂവലിനെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? ഹൈഡ്രജൻ ഫ്യൂവലിനെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഇമാജിൻ ഹൈഡ്രജൻ അല്ല, ഒരു ഫ്യൂവൽ ഉണ്ടെന്ന് വെക്കുക. ഇത് കൊള്ളാം, ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. മിക്കവാറും ഇത് ഞാൻ കൊണ്ടുപോകും. അല്ല വില കൂടി കണ്ണാടിയാ. എത്ര എത്ര? 350 രൂപ വില കൂടി കണ്ണാടി. കൊള്ളാം. കുഴിയാടാവേ. കുഴി എന്നൊക്കെ പറഞ്ഞ ഇതാണ് കുഴി. അപ്പൊ നമ്മുടെ കയ്യിൽ ചെരുപ്പില്ല, ഫോൺ വഴിക്ക് ഒരു ചെരുപ്പ് മേടിക്കണം. കുറച്ചധികം നാളായിട്ട് ചെരുപ്പ് മേടിക്കണം എന്ന് ആലോചിക്കെങ്കിലും മേടിക്കൂല. എന്നിട്ട് ഷൂ തന്നെ ഇട്ടുകൊണ്ട് നടക്കും. ഇനിയിപ്പോൾ മഴക്കാലമായി, ഇനിയിപ്പോൾ ഷൂ ഇട്ടുകൊണ്ട് നടക്കലൊന്നും പോസിബിൾ അല്ല. കാരണം കഴിഞ്ഞ ദിവസം 2 ഷൂ നനഞ്ഞ് കുതിർന്ന് ആണ് വീട്ടിൽ ചെന്ന് കയറിയത്. പിറ്റേ ദിവസം രാവിലെ സാധനം ഉണങ്ങണമെങ്കിൽ വെയിൽ വേണം, ഇല്ല. പീട്ടിട്ട് രാവിലത്തെ ഒരു മഴയാണല്ലോ, അതുകൊണ്ട് ഈ സാധനം ഉണങ്ങിയാലാണല്ലോ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്തായാലും ചെരുപ്പ് മേടിക്കാൻ തീരുമാനിച്ചു. എനിക്കും വേണ്ട ചെരുപ്പ്. നീ ക്രോക്സ് അല്ലേ മേടിക്കുന്നത്? ക്രോക്സ് വേണം. എനിക്ക് പ്രോക്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കാൻ വിചാരിച്ചിരിക്കുക. ഏതോ ഒരു അല്ലെ, എനിക്ക് ഏതൊരു പ്രാണീനെ ഓർമ്മ വരുന്നത് ഞാൻ കണ്ണാടി വെച്ചിട്ട്. വെട്ടിലായിരിക്കും. അത് തന്നെ, ഒരു വെട്ടിലിനെ കട്ടുണ്ട് ഈ സാധനം വെച്ചിട്ട്. കൊള്ളാം. എടാ എന്നോട് എത്ര സ്പീഡിൽ പോകുന്നേ? ഞാൻ പറഞ്ഞതാണ്, ഒരു സാധനം മേടിച്ച് കഴിക്കുമ്പോ അണ്ണാക്കി പിരിവെട്ടുന്ന അത്ര നിറച്ച് കഴിക്കില്ലേന്ന്. കഴിച്ച് കഴിച്ച് തൊണ്ട വരെയാക്കി. ഇറങ്ങി പോകണ്ടേ? ഏതെങ്കിലും ഒരു വഴിക്ക് ഇറങ്ങി പോയാലേ ഇനി പറ്റുള്ളൂ. തൊണ്ടയൊക്കെ മെത്തിയായിരിക്കണേ. പയ്യപ്പൊക്കെ നീ എന്നെ സീറ്റിന്റെ അങ്ങേ അറ്റത്തോ ഇരിക്കണേ. തരട്ടെ നിനക്ക്, തരട്ടെ. മുട്ടത്തുണ്ടോ നിനക്ക്? ഞാൻ തന്നെ വൃത്തിയാക്കി. അവ ഗേറ്റ് ഒക്കെ തുറക്കും, അവരെ കൊണ്ട് പറ്റുമോ? അതൊക്കെ പറക്കണ കളിയാൻ.